പരവൂർ മുൻസിഫ് കോടതിയിലെ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അനീഷയുടെ ആത്മഹത്യയിൽ ആരോപണ വിധേയരായ മേലുദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്തണമെന്ന് കൊല്ലം ബാർ അസോസിയേഷൻ. സംഭവത്തെക്കുറിച്ച് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ നേരിട്ട് അന്വേഷിക്കണമെന്നും ആവശ്യം. ബാർ അസോസിയേഷൻ നാളെ കോടതി നടപടികൾ ബഹിഷ്കരിക്കും. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. ലിജോ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്താണ് ബാർ അസോസിയേഷൻ ആവശ്യപ്പെടുന്നത്? ഈ APP ആയിരുന്ന അനീഷയുടെ മരണം വളരെ ഗൗരവത്തോടു കൂടെ തന്നെയാണ് കൊല്ലം ബാർ അസോസിയേഷനും മറ്റ് അഭിഭാഷകരും കണ്ടത്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്ന് വൈകുന്നേരം അടിയന്തരമായിട്ട് ഒരു ബാർ അസോസിയേഷന്റെ ജനറൽ ബോഡി യോഗം ചേർന്നത്. ഇതിൽ ഉയർന്നു വന്ന ആവശ്യങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എത്തിയിരിക്കുന്നത്. അതായത് ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത് മേലുദ്യോഗസ്ഥരുടെ അതോടൊപ്പം തന്നെ സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായ മാനസിക പീഡനങ്ങളുടെ ഭാഗമായി എന്നുള്ള രീതിയിൽ വ്യക്തമാക്കുന്ന ശബ്ദ സന്ദേശങ്ങൾ പുറത്തുവന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇതിലെ ആരോപണ വിധേയരായ മേലുദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള അന്വേഷണം തന്നെ നടത്തണമെന്നാണ് കൊല്ലം ബാർ അസോസിയേഷന്റെ ഭാഗമായി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന്റെ ആദ്യ പ്രതിഷേധത്തിന്റെ സൂചകമായി നാളെ ബാർ അസോസിയേഷൻ കോടതി നടപടികൾ ബഹിഷ്കരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ആരോപണ വിധേയരായിട്ടുള്ളത് ഒന്ന് കൊല്ലം ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനും അതോടൊപ്പം തന്നെ പരവൂർ കോടതിയിലെ മറ്റൊരു APP ആണ്. ഇവരെ രണ്ടുപേരെയും പൂർണ്ണമായി ബഹിഷ്കരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അവർ പ്രധാനമായി ആവശ്യപ്പെടുന്നത് സസ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ തന്നെ ഇവരെ രണ്ടുപേരെയും പൂർണ്ണമായി, അതായത് ഇവർ ഹാജരാകുന്ന കോടതികളിൽ ഹാജരാകാതെ പൂർണ്ണമായും അവരെ ബഹിഷ്കരിക്കുന്ന നടപടികളിലേക്ക് കടക്കുക എന്നുള്ളൊരു തീരുമാനമാണ് നിലവിൽ കൊല്ലം ബാർ അസോസിയേഷന്റെ ഭാഗത്തു നിന്നും എടുത്തിട്ടുള്ളത്. ഇതിൽ തന്നെ അന്വേഷണത്തിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിലവിൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ ആണ് ഇതിന്റെ അന്വേഷിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പക്ഷെ അത് പോരാ, മറിച്ച് സംഭവത്തെക്കുറിച്ച് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ തന്നെ നേരിട്ട് അന്വേഷിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ ബാർ അസോസിയേഷന്റെ അടിയന്തര യോഗത്തിൽ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ശരി ലിജോ.